Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഞാൻ റീസെൻ്റ്ലി നമ്മുടെ റൂം ഒന്ന് ഓട്ടോമേഷൻ ചെയ്യാനുള്ള പരിപാടിയിൽ നമ്മൾ ആമസോൺ ഇക്കോ ഷോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കോ ഷോ 8 ആണിത്. നിങ്ങൾക്കറിയായിരിക്കും ആമസോണിൽ നമുക്ക് ആമസോണിൻ്റെ സൈറ്റിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള റീഫർബിഷ്ഡ് ആമസോൺ ഇക്കോ ഡിവൈസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ആ സെയിൽസിൻ്റെ സമയത്ത് ഓർഡർ ചെയ്ത സാധനമാണ് ഇത്. ഇക്കോ ഷോ 8 ആണ്. ഇതിന് ആക്ച്വലി ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 14,000 രൂപയാണ്. നമുക്ക് ആക്ച്വലി അന്ന് ഓഫർ ടൈമിൽ റീഫർബിഷ്ഡ് ഡിവൈസിന് നമുക്ക് കിട്ടിയത് 5,000 രൂപയ്ക്കാണ്. പക്ഷേ നമുക്ക് വന്ന ഡിവൈസ് ഡെഡ് ഡിവൈസ് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു റീഫർബിഷ്ഡ് സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് വാങ്ങിച്ചാൽ മതി. പണി കിട്ടുന്ന വഴി അറിയില്ല കേട്ടോ. ഇതിപ്പോൾ ആമസോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അവർ പുതിയ സാധനം റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇഷ്യൂ ഇല്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഡിഫറൻറ്റ് സൈറ്റുകളിൽ ഫോണുകളും സംഭവങ്ങളൊക്കെ ഇലക്ട്രോണിക്സ് സാധനങ്ങളൊക്കെ റീഫർബിഷ്ഡ് വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. പണി കിട്ടിയ പോലെ ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ ക്യാഷിഫൈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവന്മാരൊക്കെ ഇതുപോലെ തന്നെ റിഫർബിഷ്ഡ് സാധനമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കാൻ മറക്കണ്ട. ഞാൻ അതിനെക്കുറിച്ച് ഓൾറെഡി റിഫർബിഷ്ഡിനൊക്കെ വീഡിയോ ഓൾറെഡി മുമ്പ് ഇട്ടുണ്ടായിരുന്നു. ഐഫോൺ ക്യാഷിഫൈ എന്ന് വാങ്ങിച്ച പണി കിട്ടിയതൊക്കെ എന്ന് വെച്ചാൽ ഇവരൊക്കെ അത് ബൂസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ഫോണുകളൊക്കെ. അപ്പോൾ ഇങ്ങനെ പണി കിട്ടിക്കഴിഞ്ഞാൽ കാശ് പോയി തന്നെയാണ്. എന്ന് വെച്ചാൽ കുറേ പേര് 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്ക് ഐഫോൺ കിട്ടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതുപോലെ റിഫർബിഷ്ഡ് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ കിട്ടിയത് പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനും പറ്റൂല, സെല് ചെയ്യാനും പറ്റില്ല. ആരും വാങ്ങിക്കില്ല റിഫർബിഷ്ഡ് സാധനമൊന്നും. ബൂസ്റ്റ് ചെയ്ത സാധനമൊന്നും ആരും വാങ്ങിക്കില്ല. അപ്പോൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ ആമസോൺ എനിക്ക് തോന്നുന്നില്ല ഐഫോൺസ് ഒന്നും റിഫർബിഷ് കിട്ടുന്നു. എന്ന് വെച്ചാൽ ഞാനിത് കാണിച്ചു തരാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് 18 സ്റ്റേജ് ടെസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതേ സെയിം തന്നെയാണ് ക്യാഷിഫൈയും കാണിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കോമഡി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ അത് അവരുടെ വെബ്സൈറ്റിൽ കാണിച്ചു തരാം കേട്ടോ. ആമസോൺ ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ മറ്റു സാധനം നേരിട്ട് ഒരു വർഷം ഞാൻ ഓർഡർ ചെയ്യില്ല. വെറുതെ എൻ്റെ ഹാർഡ് കണ്ട് പണി കളയാൻ എനിക്ക് തീരെ താല്പര്യമില്ല. ഇതുപോലെ റിഫർബിഷും പഴയ യൂസ്ഡ് ഫോണുകളും സംഭവമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചാണ് ക്യാഷിഫൈന് ഇതുപോലെ ഫോൺ വാങ്ങിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്താലെന്ന് വെച്ചാൽ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ ചാനലിൽ. പക്ഷേ ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ക്യാഷിഫൈന്ന് വാങ്ങിച്ചിട്ട് അവന് പണി കിട്ടി. എന്ന് വെച്ചാൽ ബൂസ്റ്റഡ് ഐഫോൺ ഫോണായിരുന്നു. 100% ബാറ്ററി കാണിക്കുന്നത്. എന്താ പറയുക 3 കൊല്ലം പഴയുള്ള ഫോൺ. അപ്പോൾ തന്നെ മനസ്സിലായിക്കോട്ടെ. ഇതിനെ കുറിച്ച് കുറേ പേര് ഇതുപോലെ കംപ്ലൈൻറ്റുകളൊക്കെ ഒരാളുടെ പേര് കേസൊക്കെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇതുപോലെ എന്തൊരു നോർത്തിലത്തെ ഏതൊരു ഇതുപോലെ ലോക്കൽ ഷോപ്പ് ഇതുപോലെ ഉടായിപ്പോൾ റിഫർബിഷ്ഡ് ഐഫോണൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചത് എന്തായാലും ഓടാത്ത ആമസോണ് എന്താ വെച്ചാൽ ഇവർക്ക് ഇക്കോ ഷോ വന്നിട്ട് ഇക്കോ ഷോ ഉണ്ട്. നിങ്ങൾക്ക് അറിയിരിക്കുന്നത് ആമസോൺ ഇക്കോ ഡിവൈസസ് ഇതൊരു ഡിസ്പ്ലേ ഇല്ലാത്ത ഡിവൈസും ഉണ്ട്. നോർമൽ നമ്മുടെ പോപ്പ് പോലത്തെ ഇങ്ങനത്തെ വെറുതെ സ്പീക്കർ മാത്രമായിട്ടുള്ള സംഭവം ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഉള്ളതായി കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ യൂസ് ഉണ്ട്. നമുക്കിത് ക്ലോക്ക് ആയിട്ട് ഉപയോഗിക്കാം, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ ഫ്രെയിം ആയിട്ട് ഉപയോഗിക്കാം, വീഡിയോ കാണാൻ ഉപയോഗിക്കാം, കോളിന് ഉപയോഗിക്കാം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഇക്കോ ഷോ 5ന്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 5 അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാൽ കുറച്ച് ചെറുതാണ്. ഓൾമോസ്റ്റ് ഇത്രയേ ഉള്ളൂ സാധനം. 5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. നമുക്ക് ഇങ്ങനത്തെ ഡിസ്പ്ലേ റെക്ടാങ്കിൾ. അപ്പോൾ ഒരു സുഖമില്ല അതിൽ വീഡിയോ കാണാനൊന്നും. ജസ്റ്റ് ഒരു നോർമൽ ക്ലോക്ക് പോലെ തോന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇക്കോ ഷോ 8 എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഉള്ളത് 10 ഇഞ്ചാണ്. അതിന് പക്ഷേ ഭയങ്കര ഓവർ പ്രൈസ് 25,000 രൂപയ്ക്ക്. പക്ഷേ അത് ഇത്രയ്ക്കുള്ളൊന്നുമില്ല. HD സ്ക്രീനാണ് അതിൽ 2 വരുന്നത്. ഇത് നമുക്ക് 5,000 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചാടിക്കയറി ഓർഡർ ചെയ്തതാണ്. പിന്നെ ആമസോൺ റിഫർബിഷ്ഡ് ആണല്ലോ, അപ്പോൾ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വന്നത് ചത്ത ഫോണാണിതാ. ഒരു സ്റ്റാൻഡേർഡും ഇല്ല. പാക്കേജിൽ നിന്നൊക്കെ പുറത്ത് ചാടിയിട്ടൊക്കെ എടുക്കണമെന്ന് വന്നപ്പോൾ. പിന്നെ ആമസോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രാച്ചുകളോ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ സാധനം ചത്ത ഫോണല്ല ചത്ത ഡിവൈസാ. സ്ക്രാച്ചോ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ ഓണാവില്ല. ഞാൻ എല്ലാ പരിപാടിയും ചെയ്ത് നോക്കി. ഇതിൽ നമുക്ക് മൈക്രോ USB കണക്ഷനുള്ള പോർട്ടൊക്കെ ഉണ്ട്. എല്ലാത്തിലും ഉപയോഗിച്ചു. ഒരു രക്ഷയില്ല. അവരെ കൊണ്ടത് അവർ കുറേ മറത്തി പിടിക്കുക എന്താ പറയുക വോളിയം അപ്പും മ്യൂട്ടും മറത്തി പിടിക്കുക. ഒരു രക്ഷയില്ല. ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതാണ് റിഫർബിഷ് വാങ്ങിക്കുമ്പോഴുള്ള പ്രശ്നം. ഇത് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേസ്മെന്റ് ഓർഡർ ചെയ്തു അല്ലെങ്കിൽ അവർ ഡിഫണ്ട് ചെയ്ത് തരാം. എനിക്ക് അങ്ങനത്തെ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്ത്. പിന്നെ ഇത്രയും വില കുറഞ്ഞിട്ട് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. 5,000 രൂപയ്ക്ക് ഇക്കോ ഷോ 8 കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഡീലാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് റിഫർബിഷിന് എനിക്ക് തോന്നുന്നു 9,000 രൂപയ്ക്കാണ് ഇക്കോ ഷോ 8 തന്നെ റിഫർബിഷിന്. അന്ന് നമുക്കത് 5,000 രൂപയ്ക്ക് കിട്ടി. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഇക്കോ ഷോ ഇതാ കണ്ടു. ഇക്കോ ഷോവിൻ്റെ ഒറിജിനൽ പ്രൈസിങ് 13,999 ആണ്. അതായത് 14,000 രൂപ. അതിൻ്റെ ഇക്കോ ഷോ 5നാണെങ്കിൽ 9,000 രൂപയപ്പോൾ. പിന്നെ ഇതിൻ്റെ റിഫർബിഷ്ഡ് ഞാൻ കാണിച്ചു തരാം. എന്താ സർട്ടിഫൈഡ് റിഫർബിഷ്ഡ് ഇക്കോ ഷോ 8. റിഫർബിഷ്ഡ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ലീവുണ്ട്. ഇക്കോ ഷോ 8 കണ്ടോ 9,000 രൂപ കാണിച്ചിരിക്കുന്നത്. 9,700, ഓൾമോസ്റ്റ് 10,000 രൂപ. എനിക്ക് കിട്ടിയത് 5,000 രൂപയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചാടി കയറി ഓർഡർ ചെയ്തത്. ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഫോണും അതുപോലെ തന്നെ വേറെ സൈറ്റിൽ നിന്നൊക്കെ കാണുമ്പോൾ ഓർഡർ ചെയ്യുക. പക്ഷേ വരുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും?
ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ച പോലെ ആയിരിക്കും. അവർ പിന്നെ വിളിച്ചാലും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഇതിൽ നമുക്ക് അവർ അറൈവിങ് സൺഡേ എന്ന് കാണിക്കണുണ്ടോ. എനിക്ക് അവർ റീപ്ലേസ്മെൻറ്റ് ഓർഡർ തന്നു. അത് ഞാൻ കസ്റ്റമർ കെയർ സപ്പോർട്ട് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു, ചാറ്റ് ചെയ്തു. എന്താ പറയുക, അവർ പറഞ്ഞു പുതിയ സാധനം അയച്ചുതരാന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വരട്ടെ. ഇനി വന്നില്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അടുത്ത റീപ്ലേസ്മെൻറ്റും കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് റിട്ടേൺ ചെയ്യാം ആമസോൺ ആപ്പിൽ കൂടെ. അതൊരു ഇഷ്യൂ അല്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഓർഡർ ചെയ്തത്. വേറെ കാര്യം, ഞാൻ വേറെ സൈറ്റിൽ നിന്നാണെങ്കിൽ ഓർഡർ ചെയ്യില്ല. ഫ്ലിപ്കാർട്ടൊക്കെയാണ് ഞാൻ ഹൈയിലേക്കേ നോക്കില്ല. അപ്പോൾ അത് ഞാൻ ഇതൊന്നും പറയാൻ വന്നത്, നമ്മൾ ഇക്കോഷോൻ്റെ കുറിച്ചല്ല നമ്മൾ പറയാൻ വന്നത്. പക്ഷേ മെയിനായിട്ട് ഈ റിഫർബിലിറ്റി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കാൻ മറക്കണ്ട. കാശ് പോയാൽ പോയി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെ തേർഡ് പാർട്ടി സൈറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും അങ്ങനെയൊക്കെയാണ്. എന്ന് വെച്ചാൽ കുറേ പേര് പെടുന്നുണ്ട് ഇതിൽ പോയിട്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ പെടുന്നുണ്ട്. നമ്മൾ ഈ സൈബർ ക്രൈം എങ്ങനെ റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞ് നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ടുണ്ടാകും. അതിന് എത്ര കമ്പനി നമുക്ക് വരുന്ന അറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ പുതിയ വീഡിയോ, ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ റീപ്ലേസ്മെന്റ് ഓർഡർ ഞാൻ വന്നിട്ട് ഞാൻ പിന്നെ ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട് റൂം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ഇട്ടുണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കാണാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ. നമ്മുടെ മെയിൻ 2 ചാനൽസ് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.